ഹലോ എവ്രി വൺ, അഞ്ജലിയാണ്. അപ്പോൾ നാളെ ജൂലൈ 8 സിമുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നും നാളെയും കൂട്ടി ഒരു ബീച്ച് ഗെറ്റ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമു ഇതുവരെ പരിചയമില്ലാത്തൊരു സാധനമാണ് ബീച്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ ബീച്ചിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീച്ചിൽ പോകാൻ റെഡിയാണ് സിമു. ഇപ്പോൾ ബീച്ചിൽ പോവാണോ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സിമുസ് ബർത്ത്ഡേ ഗെറ്റ് അവേ വ്ളോഗ്. അപ്പോൾ നമ്മൾ 12 ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗാൽവെസ്റ്റണിലേക്ക് ഒരു 4 hour ഡ്രൈവ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബക്കീസിലൊന്ന് സ്റ്റോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ഒരു 30 to 40 minutes എന്തായാലും പോവും. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഒരു 5 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും റിസോർട്ടിലെത്തും. ബക്കീസ് എന്താണെന്നൊക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഒരു റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾ പോകുന്ന വഴീനെ പറ്റി സംസാരിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യാമെന്ന്. തൊട്ട് മുന്നേ വരെ നമ്മൾ കണ്ടതെല്ലാം സബർബ് ഏരിയയിലത്തെ റോഡുകളായിരുന്നു. നമ്മൾ ഡെയിലി ഗ്രോസറിക്ക് പോകുന്ന റോഡും ഒക്കെ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഹൈവേയിലാണ്. ഹൈവേയുടെ 2 സൈഡും ഇതുപോലെ ഇരിക്കും. പിന്നെ ഒരു 50 മൈലോ 70 മൈലൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ സ്മോൾ സിറ്റിയുടെ ഡൗൺ ടൗണും ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഏരിയയോ അങ്ങനെയൊക്കെ വരുന്നത് ഒരു 50-70 മൈൽ ആ ഹൈവേ കൂടെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ വീണ്ടും ഹൈവേ ആണ്. അപ്പോൾ റോഡ് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ സ്കൈ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഹ്യൂസ്റ്റൺ അടുത്തെത്തുമ്പോഴത്തേക്കും നമ്മുടെ സ്കൈയൊക്കെ കുറച്ചും കൂടി നല്ല മഴക്കാറ് വെച്ച് നല്ല ഇടിച്ചു പൊളിച്ച് മഴ പെയ്യാൻ പാകത്തിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഒരു ചെറിയ കാര്യം വിട്ടുപോയായിരുന്നു കേട്ടോ. ഈ വീക്കെൻഡ് ഈ ഗൾഫ് കോസ്റ്റ് ഏരിയയിലൊക്കെ ഒരു ഹറിക്കെയിൻ അലേർട്ട് ഉണ്ടായിരുന്നു. ബെറിലിന് പേരുള്ള ഹറിക്കെയിൻ അലേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഈ സ്കൈ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ന്യൂസിലാണെങ്കിൽ വെതർ വെച്ച് നോക്കിയപ്പോൾ ഗാൽവെസ്റ്റൺ വരെ ഇത് എത്തില്ല എന്നുള്ളതാണ് ന്യൂസിലെ വെതറിലെ പ്രൊഡിക്ഷൻ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നമ്മൾ എത്തുന്ന ഇടയ്ക്കൊക്കെ മഴയുണ്ടെങ്കിലും നമ്മൾ എത്തുന്ന സ്ഥലത്ത് നമ്മൾ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും മഴ നിൽക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പോകുന്നത്. ഒരു കാറ് ഒരു ബോട്ടിനെ ടോ ചെയ്തുകൊണ്ട് പോകണമുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു ലേക്കിൽ കൊണ്ടുപോയി ഓടിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയായിരിക്കും. സൺഡേ വൈകിട്ടൊക്കെ ആണല്ലോ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വീക്കെൻഡ് ആക്ടിവിറ്റിയും ഒക്കെയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോലെ നല്ല ഒന്നാന്തരം മഴ കിട്ടി. ഇതിന് മുന്നേ ഇതിലും ഭീകരമായൊരു മഴയുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് പേടിച്ചിട്ട് എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. മുമ്പത്തെ ഒന്നും കാണാൻ വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ ബക്കീസ് എത്തി. ബക്കീസ് എന്ന് പറയുമ്പോൾ അത് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോറാണ് ബക്കീസ്. ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് കുറേ ഗ്യാസ് സ്റ്റേഷൻസും പിന്നെ മോസ്റ്റ് ഫേമസ് തിങ് അബൌട്ട് ബക്കീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലീൻ ബാത്റൂംസ് ആണ്. പിന്നെ നമുക്ക് ഓൺ ദ ഗോ കഴിക്കാൻ പറ്റിയ ഫുഡ്, സ്നാക്സ്, ഡ്രിങ്ക്സ്, പിന്നെ സോവീനിയേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും. ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. ബക്കീസ് എത്തുന്നതിന് മുന്നേ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സുനിലിന്റെ കാര്യം ചെയ്യാൻ വിട്ടിട്ട് ബേബിയുടെ ഫുഡ് കൊടുക്കലും ഡയപ്പർ മാറ്റലും എല്ലാം ഞാൻ സെറ്റാക്കി. സുനിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബേബീനെ സുനിലിൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫുഡ് മേടിക്കാനും റെസ്റ്റ് റൂമിലൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഫുഡ് മേടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഫുഡ് ഞാൻ ഓൺ ദ ഗോ ആണ് കഴിക്കാറ്. ബക്കീസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറച്ചായപ്പോഴത്തേക്കും വീണ്ടും മഴ. സൈഡിലൊക്കെ ഹറിക്കെയിൻ അലേർട്ട് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് സുനിൽ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അവിടെയുള്ള ആൾക്കാരെല്ലാവരും ജീവനും കൊണ്ട് ഇങ്ങോട്ട് വരുമായിരിക്കും. ആ സമയത്താണ് ഞാൻ വെക്കേഷൻ എന്ന് പറഞ്ഞ് കറക്റ്റ് ഗൾഫ് കോസ്റ്റിലോട്ട് വച്ച് പിടിക്കുന്നതിന്. വീണ്ടും ഒരു ഹറിക്കെയിൻ അലേർട്ട് ബോർഡ്. അപ്പോൾ നമ്മൾ ഹ്യൂസ്റ്റണിനെ ഗാൽവെസ്റ്റണിനെ കണക്ട് ചെയ്യുന്ന ആ ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടോ. ഞാനതിപ്പോൾ 3ാമത്തെ തവണ കേട്ടോ ഗാൽവെസ്റ്റണിലേക്ക് വരുന്നത്. ആദ്യം വന്ന ദിവസം ഞങ്ങൾ സെയിം ഡേ തന്നെ തിരിച്ചു പോയായിരുന്നു. അത് US വന്നേ പിന്നെയുള്ള എൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പായിരുന്നു അത് ഗാൽവെസ്റ്റണിലേക്ക്. പിന്നെ സെക്കൻഡ് ടൈം വന്നത് എൻ്റെ ബേബി മൂണിനായിരുന്നു. അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത സെയിം റിസോർട്ടിലാണ് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. സാൻ ലൂയി ബീച്ച് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഗാൽവെസ്റ്റണിൽ വെച്ച് തന്നെ ദ ബെസ്റ്റ് സ്റ്റേ ആണ് കേട്ടോ.
അപ്പൊ അതെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് റിസോർട്ടിന്റെ ഫ്രണ്ട് സൈഡ് ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. ഇതിന് മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് പാർക്കിംഗ് എവിടെയാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പൊ നമ്മൾ നേരെ പാർക്കിങ്ങിൽ പോയി കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ റിസോർട്ടിലേക്ക് കയറാൻ പോവാണ്. പുറത്തിറങ്ങിയതാണെങ്കിൽ ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത അത്രയും വലിയ കാറ്റായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ സിമ്മുവിന്റെ സ്ട്രോളറിൽ പിടിച്ച് നടന്നുകൊണ്ടിരുന്നേ. എനിക്ക് കാറ്റത്ത് മറിഞ്ഞ് വീഴുമെന്നൊക്കെ പേടിയായിരുന്നു. ഫോണൊന്നും ഞാൻ പുറത്തെടുക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ ഹോട്ടലിലെ ലോബിയിലെത്തി. ചെക്ക് ഇൻ ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. ബീച്ചിലും പൂളിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ദിവസം തന്നെ പോയി തീർക്കണം. സെക്കൻഡ് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബീച്ചിൽ പോയി വന്ന് പിന്നെ ചേഞ്ച് ചെയ്ത് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ചേഞ്ച് ചെയ്ത് ബീച്ചിലേക്ക് ഇറങ്ങി. ഈ ഫർണിച്ചറൊക്കെ ഒരു ഓറഞ്ച് ടാഗ് വെച്ച് കെട്ടിയിട്ടേക്കുന്നുണ്ടോ? ഇതൊക്കെ നാളത്തെ ഹരിക്കെയിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്ന കേട്ടോ. നാളത്തെ ഹരിക്കെയിനിൽ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്കതും കെട്ടി വെച്ചേക്കായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ലൈവ്ലി ആയിരുന്നു. ബട്ട് ഇത് ഇത്തവണ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അത്രയ്ക്ക് ഫർണിച്ചറൊന്നും പുറത്തിട്ടിട്ടില്ല. അത്രയ്ക്ക് ആൾക്കാർ കുറവായിരുന്നു പുറത്ത്. ഇവിടെ ഇരുന്ന് ബീച്ച് കണ്ടോണ്ടിരിക്കാനുള്ളൊരു ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആ ചെയറൊക്കെ അവർ കെട്ടി വെച്ചേക്കായിരുന്നു കേട്ടോ. അതുപോലെ ഇതുപോലത്തെ കബാനാസ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. സർവീസസ് മിക്കതും ഉണ്ടായിരുന്നില്ല ഇത്തവണ. പിന്നെ സുനിൽ ഇങ്ങോട്ടേക്ക് കയറി വന്ന് ഒരു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ട് കുറേ നല്ല ഫോട്ടോസ് കിട്ടി. ഈ ഒരു ട്രിപ്പിലെ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസ് എല്ലാം ഇവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ് കേട്ടോ.
ഈ ബീച്ചിൽ വെച്ച് എടുത്ത ഈ വീഡിയോസ് കുറച്ച് ലെങ്തിയാണ്, ലാഗിങ് ആണെന്നൊക്കെ എനിക്കിത് എഡിറ്റ് ചെയ്ത സമയത്ത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ലെറ്റ് ഇറ്റ് ബി ദെയർ, ബിക്കോസ് ഇത് ഞങ്ങളുടെ ആ ട്രിപ്പിലെ ഏറ്റവും ക്വാളിറ്റി ടൈം, ഏറ്റവും പ്രഷ്യസ് ടൈം, എന്താ പറയുക, അങ്ങനത്തെ ഒരു സമയമായിരുന്നു ഇത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു ടൈമാണ്. സോ ഞാൻ വിചാരിച്ചു ഇതിവിടെ കിടന്നോട്ടിന്ന്. സിമുൻ്റെ ഈ തവണത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇവരീ കളിച്ചുകൊണ്ടിരിക്കുന്ന ബീച്ച് ടോയ്സ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര തോട്ട്ഫുൾ ഗിഫ്റ്റ് ഒന്നും അല്ല. എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന സാധനം ഞങ്ങൾ മേടിച്ചങ്ങ് ഗിഫ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. എവിടെ കാണുന്ന വെള്ളവും ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് സിമുവിന്റെ. അങ്ങനെ ബീച്ചിലെ കളികളെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ടവലൊക്കെ എടുത്ത് ഞങ്ങൾ പോവാണ്. പൂളിൽ ഇറങ്ങിയിട്ടുള്ള അധികം വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. സിമു ബീച്ചിലൊക്കെ കളിച്ച് നല്ല ടയേർഡായിരുന്നു. പൂളിൽ ഇറക്കിയതും ആള് ഓൾമോസ്റ്റ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഞങ്ങളിതേ ഇന്നത്തെ കലാപരിപാടികളെല്ലാം നിർത്തി റൂമിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 പേർക്കും വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബേബി പോർക്ക് റിബ് ഹാഫും പിന്നെ സിമുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കും ആയിരുന്നു. ഞങ്ങളൊരു ഹാഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതുപോലും ഞങ്ങൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കണക്കിന് കഴിച്ചു തീർക്കാതെ പ്ലേറ്റൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്രാങ്കൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ കടലിൻ്റെയും കാറ്റിൻ്റെയൊക്കെ സൗണ്ട് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഇതേ ഡോറ് തുറന്ന് നോക്കാമെന്ന് വെച്ചപ്പോൾ ഡോറങ്ങ് തുറക്കാൻ പറ്റുന്നില്ല, അത്രയും കാറ്റ്. പിന്നെ ഇങ്ങനെയൊക്കെയോ സുനിലിനെ വിളിച്ച് ഡോറൊക്കെ തള്ളി തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര കാറ്റും മഴയും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഹരിക്കേൻ ഏകദേശം വരാറായി, നമ്മുടെ ഏരിയയിൽ കൂടെ പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് ഒരു 8 ആയപ്പോഴത്തേക്കും റിമൈൻഡർ കോൾ ഉണ്ടായിരുന്നു പാറ്റിയോയിൽ ഇരിക്കുന്ന ഫർണിച്ചറൊക്കെ കയറ്റി വെക്കണമെന്ന്. അപ്പോൾ ഈ കാറ്റ് മേടിച്ചിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ പോയി കിടന്നു കേട്ടോ. രാവിലെ ഞാനാണ് ആദ്യം എണീറ്റുണ്ടായിരുന്നത്. എണീറ്റ് നോക്കിയപ്പോൾ റൂമിൽ കറണ്ടില്ല, വൈഫൈ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ ഡോറാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇവർ സെൻട്രലൈസ്ഡ് ലോക്ക് എന്തെങ്കിലും ആയിരിക്കും, ലോക്ക് ചെയ്തേക്കായിരിക്കുന്നത്. പിന്നെ കുറച്ച് തുറന്നപ്പോഴാണ് മനസ്സിലായത് കാറ്റ് കാരണം തുറക്കാൻ പറ്റാത്തത്. പിന്നെ ഒരു 10 ആയപ്പോഴത്തേക്കും കാറ്റിൻ്റെ ശക്തിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് ഒന്ന് തുറന്ന് പുറത്തിറങ്ങാനൊക്കെ പറ്റിയിട്ടോ.
കടലൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളിവിടെ നിന്ന് കളിച്ച സ്ഥലത്തൊക്കെ ഇപ്പോൾ കടലാണ്. അങ്ങനെ ഞങ്ങൾ സിമുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു, ഹറിക്കെയിൻ എക്സ്പീരിയൻസ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കാറിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോട്ടലിൻ്റെ ഏതോ ഒരു വോളോ അങ്ങനെ എന്തോ മുകളിൽ നിന്ന് പൊട്ടി വീണു എന്ന് പറഞ്ഞിട്ട് അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഇന്നലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ നിന്നില്ല. 2 പേർക്കും കൂടി ഒരൊറ്റ ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ടിപ്പിക്കൽ അമേരിക്കൻ ഫുഡാണ് കേട്ടോ. പാൻ കേക്ക്, എഗ്ഗ്, സോസേജ്, ബേക്കൺ, പൊട്ടാറ്റോസ്. Simon? Hi. Hello. Gulf of Mexico. ഈ സ്റ്റോമൊക്കെ ഒന്ന് കഴിഞ്ഞ് കണ്ടീഷനൊക്കെ ബെറ്റർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ എല്ലാ ഗസ്റ്റിനും 6 PM വരെ ലേറ്റ് ചെക്കൗട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള റൂട്ടിൽ നിന്ന് സ്റ്റോം പോകുമ്പോഴത്തേക്കും ഒരു 2 മണി കഴിയും. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത്രയും നേരം റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് ഓർത്തു. എൻട്രൻസിന്റെ അപ്പുറത്ത് പാം കെട്ടി ഒരു കാറ്റ് വന്നപ്പോൾ അത് പൊട്ടിപ്പോയി. അവിടെ ഒരുത്തന്നെ അത് പിടിച്ച് നടക്ക് നിൽക്കായിരുന്നു. ഒരു പട്ട പോലീസുകാരായിരുന്നു സെക്ഷനിൽ. ഇത് വീണത് ആ സൈഡിൽ നിന്ന് ഇപ്പോഴും ഇളകി ആടുന്നുണ്ട്. താഴെ പോയി കാണാൻ പറ്റുമോ? അവിടെ വാ. സിമു ഹായ് പറഞ്ഞേ. സിമു ഹായ് പറഞ്ഞേ.
വാ പോവാം വാ. കണ്ടറിയാം. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. ഇതാണ് കേട്ടോ രാവിലെ പൊട്ടി വീണു എന്ന് പറഞ്ഞ സംഭവം. ചില ആൾക്കാർക്ക് ഈ വീടൊക്കെ അടച്ച് ട്രിപ്പ് പോകുമ്പോൾ ആ സമയത്ത് കുറച്ച് വിഷമമുണ്ടാവും. പിന്നെ മിക്ക ആൾക്കാർക്കും ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആ ഒരു സമയത്ത് നല്ല വിഷമമുണ്ടാവും. എനിക്കിത് രണ്ടും ഉണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോഴും വിഷമമാണ്, തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോഴും വിഷമമാണ്. അങ്ങനെ സിമ്മുന്റെ ബർത്ത്ഡേ ഗെറ്റൊക്കെ കഴിഞ്ഞ് കാറ്റഗറി 1 ഹറിക്കെയിനൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോയി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു പോയി. ഈ നേരെ കാണുന്നതാണ് കേട്ടോ ഹ്യൂസ്റ്റൺ ഡൗൺ ടൗൺ. ഡൗൺ ടൗൺ ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങ് പോയിട്ടാണ് ബക്കീസ് ഉള്ളത്. ഇവിടെ ഒന്ന് ഗ്യാസ് സ്റ്റേഷനിലും കയറണം, പിന്നെ എന്തെങ്കിലും കൂടെ കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ തിരക്കിലായതുകൊണ്ട് ബക്കീസ് കാര്യമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ബക്കീസിന്റെ ഈ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാന്ന്. നമ്മൾ രണ്ടുപേരും കൂടെ കഴിക്കും.